+1 ട്രാൻസ്ഫറിൻ്റെ സർക്കുലർ വന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ +1 ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ HSCAPൻ്റെ വെബ്സൈറ്റിൽ ഓരോ ജില്ലയിലുള്ള സീറ്റിൻ്റെ വേക്കൻസി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ആർക്കൊക്കെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം? മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനിലാണ് പ്രവേശനം നേടിയതെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? പിന്നെ ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുക? HSCAPൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അപ്ലൈ സ്കൂൾ ട്രാൻസ്ഫർ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യേണ്ടത്. ജൂലൈ 21 വൈകിട്ട് 4 മണി വരെ, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള സമയത്ത്. പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോ, ജൂലൈ 21 വൈകിട്ട് 4 മണി, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സയൻസ് ആണെങ്കിലോ നിങ്ങളുടെ സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ട്രാൻസ്ഫർ കൊടുക്കാം. അല്ലെങ്കിൽ വേറെ സ്കൂളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ പലരുടെയും ഡൗട്ടാണ്, ഞാൻ ആദ്യം അലോട്ട്മെൻറ്റ് കൊടുത്ത സ്കൂളിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റുക. അല്ല, നിങ്ങൾക്ക് പുതിയ സ്കൂൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ കൊടുക്കാം. ഒന്നിലധികം സ്കൂളുകൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനുള്ള സ്കൂളായിരിക്കും അവർ ആദ്യം പരിഗണിക്കുക. അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യും? പരിഗണിക്കുന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്കും എന്തിനു കൊടുക്കാം? ട്രാൻസ്ഫറിന് കൊടുക്കാം. അപ്പോൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ട്രാൻസ്ഫർ കൊടുക്കാൻ നല്ലത്. കാരണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ട്രാൻസ്ഫർ കൊടുത്തിട്ട് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചേരൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്കൂളുകൾ സൂക്ഷിച്ച് മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് നിങ്ങൾ ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ സീറ്റ് ഒഴിവില്ല എങ്കിലും നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുക്കാം? ട്രാൻസ്ഫർ കൊടുക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കറക്റ്റായിട്ട് സ്കൂളിലെ പേരും കോഡും നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്തിന് അപ്ലൈ ചെയ്യുക? ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ അവിടെ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. ജൂലൈ 21 തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് ട്രാൻസ്ഫറിന് കൊടുക്കാനുള്ള സമയം. അപ്പോൾ ആരെങ്കിലും ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ടോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുമ്പോൾ സ്പോർട്സ് കോട്ടയിലോ അതേപോലെ തന്നെ നോർമലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആളുകൾക്കാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. മുമ്പ് കൊടുക്കാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് സ്കൂൾ നോക്കി കൊടുക്കുക. ആദ്യം കൊടുക്കുന്ന സ്കൂളിലേക്കായിരിക്കും നിങ്ങൾ ആദ്യം ട്രാൻസ്ഫർ പരിഗണിക്കുക. അവിടെ ഇല്ലെങ്കിലാണ് അടുത്ത സ്കൂളിലേക്ക് പരിഗണിക്കുക. ഇനി ഏതെങ്കിലും സ്കൂളിൽ സീറ്റ് ഒഴിവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ട്രാൻസ്ഫറിന് കൊടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കണേ. ഏതെങ്കിലും ഒരു സ്കൂളിൽ സീറ്റ് ഒഴിവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുക്കാം? ട്രാൻസ്ഫറിന് കൊടുക്കാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് നാഫി ദി എഡ്യൂക്കേറ്റർ, അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.